കാണുന്നതാണ് മാർക്കറ്റ്. മലയാളിയല്ലേ? 500 രൂപയുണ്ടെങ്കിൽ ഒരാഴ്ച ചെയ്യും. എല്ലാ കുട്ടികളുടെ ഉടുപ്പുകളാണ്, നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം. ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഐറ്റംസും കിട്ടും. ഇതൊന്നും കിലോയ്ക്കല്ല, ഒറ്റ വില. ഇത് കണ്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി എന്ന് പറഞ്ഞ ഇവരുടെ മസാലകൾ കിട്ടുന്ന ഷോപ്പാണ്. ഹലോ ചെങ്കുകളെ, അപ്പോൾ ഇന്ന് യാത്രയൊന്നുമില്ല. ഇന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചന്തയുണ്ട്. അതാണ് മുംബൈയിൽ മഹാരാഷ്ട്രയിലൊക്കെയുള്ള ആഴ്ച ചന്തകൾ. അപ്പോൾ അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ്. നമുക്ക് വില പേശി സാധനങ്ങൾ വാങ്ങിക്കാം, പോക്കറ്റ് കാലിയാവാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇന്ന് ആ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ് മാർക്കറ്റ്. അപ്പോൾ ഒന്ന് മാർക്കറ്റ് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ ഒന്നുകൂടെ നല്ല രസമാണ് കാണാനായിട്ട്. മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മ ഇല്ലാത്ത എല്ലാം കിട്ടും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്യും. ഒക്കെ പച്ചക്കറി കടകളാണ്. വില പേശി നമുക്ക് വാങ്ങിക്കാം. ഇതുണ്ടോ, അവിടെ ഒരു മലയാളി ചേച്ചി ഉണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന്. ചേച്ചി മലയാളിയല്ലേ? എങ്ങനെയുണ്ട് ഈ മാർക്കറ്റ്? അടിപൊളിയാ, എല്ലാ വാജിയും സസ്തയ്ക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സൗകര്യമാണ്. വിലക്കുറവിൽ കിട്ടും. 1/2 കിലോ 20 രൂപയൊക്കെ. 500 രൂപയുണ്ടെങ്കിൽ ഒരാഴ്ച ചെയ്യും. എല്ലാ ചേച്ചി എത്ര വർഷമായി മുംബൈയിൽ? 30 വർഷമായി. കുറെ വർഷമായി ഇവിടെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ വന്നിട്ട് കണ്ടോ, എല്ലാം കിട്ടും. ഓർണമെന്റ്സ് ഉണ്ട്, വെള്ളി ആഭരണങ്ങൾ, അത് കഴിഞ്ഞാൽ പേഴ്സുകൾ, ലെതർ ഐറ്റംസ്, ഇതെല്ലാം മിക്സഡ് ആകണ്ടോ. പച്ചക്കറി എല്ലാം മിക്സഡാണ് ഇതിനുള്ളിൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ക്ലോത്ത് ഉണ്ട്. വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. കണ്ടോ, ക്ലോത്തുകൾ എല്ലാം ഉണ്ട്, കർട്ടൻസ്, മാറ്റുകൾ എല്ലാം കിട്ടും ഇവിടെ. എല്ലാ ഐറ്റംസ് മാത്രം വെക്കുന്ന കടകൾ. സെപ്പറേറ്റ് ഐറ്റംസ് വിൽക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം വരുന്നത്, ഇത് വെള്ളിയാഴ്ച മാർക്കറ്റാണ്. ഇവിടെ ഈ ഏരിയയിൽ വെള്ളിയാഴ്ചയാണ്, അടുത്ത ഏരിയയിൽ വേറൊരു ദിവസം. ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഐറ്റംസ് ഒന്നും കാണാനില്ല. ഇവിടുത്തെ മറാഠികളുടെ ഐറ്റംസാണ്. ആകെ കണ്ടത് ഈ അരിയുണ്ട മാത്രമാണ് നമ്മുടെ നാട്ടിൽ. വേറൊന്നും നമ്മുടെ ആയിട്ട് കണ്ടില്ല. കൊള്ളാം. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? വില കുറച്ച് വാങ്ങിക്കാൻ അറിയണം, വില പേശാൻ അറിയണം. വില പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. എന്താ, കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകളാണ്, നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം. എത്രയാണ് നോക്കിയത്, എത്ര ഐറ്റംസാണ് നോക്കിയത്. ഇതൊക്കെ നല്ല വിലക്കുറവിൽ വാങ്ങിച്ചിട്ട് പോകാം. അടുത്ത ഡെക്കറേഷൻ ഐറ്റംസ്, ടോയ്സ്, ഇലക്ട്രോണിക്സ്, എല്ലാം ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. അതിനിടെ കൂടെ ചെറിയ കമ്മലുകളും ഉണ്ട്. ഇലക്ട്രോണിക്സ് ആയ ആക്സസറീസ് ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക, അതൊരു രസം. ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഐറ്റംസും കിട്ടും. എല്ലാം കിട്ടും ഇവിടെ. ഇതൊക്കെ കണ്ടോ, ലേഡീസിൻ്റെ ഐറ്റംസാണ്. പിന്നെ കൂട്ടിയിട്ടേക്ക് അത് നമുക്ക് എണ്ണം പറഞ്ഞൊക്കെ എടുക്കാം. വിലക്കുറവിൽ വാങ്ങിച്ചിട്ട് പോവാം. ഇത്ര ഐറ്റംസാണ് നോക്കി. സാരികളാട്ടോ, തുണികൾ ഒരുപാടുണ്ടാവും. വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വില പേശൽ തന്നെയാണ് മെയിനായിട്ട്. ഇതാ മെയിൻ ഐറ്റം. 12 എണ്ണം വാങ്ങിച്ചാൽ പിന്നെ ഒരു വർഷത്തേക്ക് കഴുകണ്ട. ആ ഐറ്റം ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് മലയാളികളുണ്ട്. എല്ലാവരും ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ പുറകിലിങ്ങനെ കേൾക്കാം മലയാളത്തിലൊക്കെ പറയുന്നത്.
സ്കൂൾ തുറക്കുന്ന സീസൺ ആയപ്പോഴേ കണ്ടില്ലേ ടിഫിൻ ബോക്സുകൾ സീസൺ അനുസരിച്ച് വരും. നല്ല ചെറുനാരങ്ങ എല്ലാ സംഭവങ്ങളും തന്നെ ഫ്രഷ് ആയിരിക്കും. പച്ചക്കറി നല്ല വാച്ചുകളുണ്ട്, കുടകളുണ്ട്, 3/4 എല്ലാം അങ്ങനെ കൂട്ടിയിട്ടേക്കാം തുണികളെല്ലാം. ഡെയിലി യൂസിനുള്ള മാലയും കമ്മലൊക്കെ ഇവിടുത്തെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. വെള്ളിയൊന്നുമല്ല എങ്കിലും വെള്ളിയും കരിമണിയൊക്കെ ആയിട്ടുള്ള മാലകൾ. മാർക്കറ്റ് ഇത് ആക്റ്റീവായി തുടങ്ങിയിട്ടേ ഉള്ളൂ, ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സാധനങ്ങൾ കണ്ടോ, ഇതൊന്നും കിലോയ്ക്കല്ല, ഒറ്റ വില. ഇതിങ്ങനെ കൂട്ടി വെച്ചേക്കുന്ന ഒറ്റ വില പറയും. അതങ്ങോട്ട് വാങ്ങിക്കുക, ഒന്ന് വില പേശി വാങ്ങിക്കുക. 5 എണ്ണം 4 എണ്ണം അങ്ങനെയായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. ഇതിന് ഒറ്റ വിലയാണ്. വെറുതെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാം വിലക്കുറവിൽ കിട്ടുന്ന ചെരുപ്പൊക്കെ ഉണ്ടല്ലോ. ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും ജോലിക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പാകത്തിനുള്ള സാധനങ്ങളായിരിക്കും എല്ലാം. ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം കിട്ടും. ഒരു 10 500 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളായി. പച്ചക്കറി തൊട്ട് ഡ്രസ്സ് തൊട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ തൊട്ട് അങ്ങനെ എല്ലാം ഒരാഴ്ചയിൽ പർച്ചേസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഇവിടെ മറാഠികളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്നത്. അവർ മാത്രമല്ല മലയാളികളും. നേരത്തെ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുടിക്കാം. ബദാം ഷേക്ക് കിട്ടും, അത് കഴിക്കാം. ഇതാണ് മുംബൈക്കാരുടെ കോല. അത്യാവശ്യം ആളുകളായി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. ഒരു ചെറിയ ഫാൻസി ഷോപ്പ്, എല്ലാം കിട്ടും. ഇവരൊക്കെ പകലൊക്കെ ചെറിയ ചെറിയ വഴിയരികിലൊക്കെ കട നടത്തിയിട്ട് ആഴ്ച ചന്തകളിലേക്ക് വരുന്ന ആളുകളാണ്. ഇത് കണ്ടോ, മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറഞ്ഞ ഇവരുടെ മസാലകൾ കിട്ടുന്ന ഷോപ്പാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. പട്ട, പിന്നെ ഇവരുടേതായിട്ടുള്ള കുറേ മസാലക്കൂട്ടുകളുണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ മസാലയും ഇവരുടെ മസാലയും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്കൂൾ തുറക്കാറായതുകൊണ്ടാണ് അതിൻ്റെ സ്പെഷ്യൽ ഷോപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിലേക്കുള്ള ടവൽ, തോർത്ത് തൊട്ട് കർട്ടൻ വരെ ഒരു ചെറിയ ഷോപ്പ്. അത് കഴിഞ്ഞത് ബ്രഷ് കാര്യങ്ങൾ, അടുത്ത ബാഗുകൾ. ബാഗ് സ്കൂൾ സീസൺ ആയതുകൊണ്ട് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് വേണ്ട പ്ലാസ്റ്റിക് ഐറ്റംസ് മൊത്തമുണ്ട്. അതിൽ വട്ടി, കൊട്ട, കത്തി എല്ലാം വിട്ട് ഒരു അടുക്കളയിലും വീട്ടിലും ഉപയോഗിക്കേണ്ട സകലമാന സാധനങ്ങൾ. അതാണ് അടുത്തൊരു തുണിക്കട. അടുത്തൊരു തുണിക്കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ അടുത്തൊരു തുണിക്കട. ഒരു കുട്ടികൾക്കുള്ളതാണ് ഐറ്റംസാണ് കൂടുതൽ. നല്ല വിലക്കുറവിൽ നല്ല 3/4 ട്രാക്ക് സ്യൂട്ടുകളും കിട്ടും. വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓൾറെഡി 2-3 വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇനി അടുത്ത പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് വിചാരിക്കണം. ഇത് എന്ത് നല്ല ചെരുപ്പുകളാണ്, കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള ചെരുപ്പുകൾ. നല്ല അടിപൊളി സാധനം. കണ്ടു കഴിഞ്ഞാൽ കോലാപ്പൂരി ചെരുപ്പ് പോലെ തോന്നുന്നതാണ്. ഇതൊക്കെ എൻ്റെ അമ്മ കണ്ടതാണെങ്കിൽ വിട്ടുകൊടുക്കൂല. കാരണം അമ്മയ്ക്ക് അത്രയും ഇഷ്ടമുള്ള സാധനങ്ങളത്. നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ചെറിയ ചെറിയ സാധനം ഫുൾ വിലയ്ക്ക് കിട്ടും. വില പൈസ തന്നെ വേണം.
പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ട്. ടോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം, അച്ഛനും അമ്മ അല്ലാത്ത എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. തുണികളുടെ ഇങ്ങനെ കുറേ കടകളുണ്ടാവും. ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക, വിലപേശുക, വാങ്ങിച്ചിട്ട് പോവുക. ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും, അടുക്കി വെച്ചാലൊന്നും ഉണ്ടാവില്ല, കൂട്ടിയിട്ടുണ്ടാവും. ഉണ്ടല്ലേ, എന്താ ഇല്ലാത്തത്? ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഒരു ഐറ്റം പോലും ഇല്ലാത്തതില്ല. 10 രൂപയുടെ കർച്ചീഫ് വരെ കൂട്ടിയിട്ട് കച്ചവടമാണ്. കണ്ടല്ലേ, ഇതെല്ലാം നല്ല നല്ല ജാക്കറ്റുകളാണ്. നമുക്കൊന്നും പറ്റില്ല, അതൊക്കെ ഇവിടുത്തുകാർക്കേ പറ്റുള്ളൂ. അങ്ങനത്തെ കളർ കോമ്പിനേഷനുകളാണെല്ലാം. ഇതൊരാഴ്ചത്തെ ബിസിനസ്സാണ് ഇവിടുത്തെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് മാർക്കറ്റാണ്. ഇത് വെള്ളിയാഴ്ച മാർക്കറ്റ്, അടുത്ത് ശനിയാഴ്ച മാർക്കറ്റ്, ഞായറാഴ്ച മാർക്കറ്റ്. അതൊക്കെ ഓരോ ഏരിയകളിലായിരിക്കും. അവരവിടെ ചെല്ലും, അവരുടെ വണ്ടികളിലായിട്ട് ചെല്ലും. മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, എല്ലാം ലേഡീസിൻ്റെ ഐറ്റംസാണ്. പിന്നെ ഞാൻ കണ്ട കുറേ ഒരു വ്യത്യാസമായിട്ട് കണ്ടത് കുറേ കുപ്പികളുകൾ കണ്ടു. നല്ല അടിപൊളി കുപ്പികൾ. അത് പിന്നെ ഇവർക്കില്ലാതെ പറ്റില്ല, മറാഠികൾക്ക് ഇതില്ലാതെ പറ്റുകയില്ല. അവരെല്ലാവരും കുപ്പികളാണ്. മെയിനായിട്ട് പച്ച കളറായിരിക്കും ഉണ്ടാവുക. ഇതൊരു ചെറിയ വില്ലേജിൻ്റെ മാർക്കറ്റാണ് ഈ സംഭവം. ഒരാഴ്ചത്തെ ചന്തയാണ് ഈ ഒരു ചെറിയൊരു ഗാവിലെ ആഴ്ച. ഇനി അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ഈ ചന്ത ഉണ്ടാവുക. ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവനും, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? പച്ചക്കറി, ഡ്രസ്സ്, ബേക്കറി ഐറ്റംസ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ്, പാത്രങ്ങൾ, അങ്ങനെ എന്തെന്നില്ലാത്തതെല്ലാം ഒരാഴ്ച ചന്തയിൽ ഇവിടെ കിട്ടും. ഒരൊറ്റ ആഴ്ച കേടുവരാതെ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്ന എല്ലാ സാധനങ്ങളും ഒരാഴ്ചത്തേക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകും. ഇറച്ചി, മീനും ഒഴിച്ച് ബാക്കിയെല്ലാം വാങ്ങിക്കും. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളായിരിക്കും. അത് ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവർ നാളത്തേക്ക് മാറ്റി വയ്ക്കില്ല, അന്നാന്നേക്കുള്ളത് ഉണ്ടാവുള്ളൂ. ഒരു സാധനം മാത്രം ഇവിടെ അധികം കണ്ടില്ല, അത് ഞാൻ അപ്പുറത്ത് കാണിച്ചാൽ. സംഭവം എന്താണെന്നറിയാം, പാത്രങ്ങളുടെ സെക്ഷൻ ഞാൻ അധികം കണ്ടില്ല. അത് ഇവിടെ കാണാനുണ്ട്. അത്യാവശ്യത്തിന് വേണ്ട എല്ലാ പാത്രങ്ങളും, വെള്ളിപ്പാത്രങ്ങളും, ഗ്ലാസുകളും, സ്റ്റീൽ പാത്രങ്ങളും, ഇതിന് ചപ്പാത്തിക്കോല് വരെയുണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട സകലമാന പാത്രങ്ങളും ഐറ്റംസും ഇതിനിടയിലുണ്ടാവും. വില ചോദിക്കുമ്പോൾ 500-200 രൂപ പറയും. പക്ഷെ നമ്മൾ അവരൊന്ന് വില പേശി വാങ്ങിച്ചാൽ നമുക്ക് ലാഭം. അതുതന്നെയാണ് ഇങ്ങനെയുള്ള മാർക്കറ്റുകളുടെ ലാഭം. കിട്ടായി നാട്ടുചന്ത ഉണർന്നു എന്ന് പറയില്ലേ, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സാധനം. ഞാൻ വരുമ്പോൾ അത്ര വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കായി തുടങ്ങി. ആളുകൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു തുടങ്ങി. തിരക്കായി തുടങ്ങി ചുരുക്കം പറഞ്ഞു. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവാം. ഇത്ര നേരം വലിയ കാര്യമായിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് ആളുകളായി തുടങ്ങി. നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 8-9 മണിയോട് കൂടിയിട്ട് ഇതൊക്കെ അവസാനിക്കും. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വിശേഷം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ ഇനിയും പിന്തുടർന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ ബോംബെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.